ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് പർപ്പസ് ഓഫ് ഡേറ്റാബേസ് സിസ്റ്റംസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ സിലബസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് റിലേഷണൽ ഡേറ്റാബേസ് ഇൻട്രൊഡക്ഷൻ, പർപ്പസ് ഓഫ് ഡേറ്റാബേസ് സിസ്റ്റംസ്, ഡേറ്റാബേസ് സിസ്റ്റം ആപ്ലിക്കേഷൻസ്, വ്യൂ ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻസ്റ്റൻസസ് ആൻഡ് സ്കീമാസ്, ഡേറ്റ മോഡൽസ്, ഡേറ്റാബേസ് ആർക്കിടെക്ചർ, ഡേറ്റാബേസ് യൂസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, database users and interfaces, DBA, introduction to the relational model, structure of relational database, database schemas, keys, relational query language, the relational algebra, fundamental operations, formal definition of the relational algebra, additional relational algebra operations, the entity relationship model, entity set, relationship set or attributes, constraints, mapping cardinalities, key constraints, participation constraints, CR diagrams, basic structure, complex attributes, roles, non-binary relationship sets, weak entity set, relational database design using ER to relational mapping, extended ER features, specialization, generalization, attribute inheritance, constraints on generalization and aggregation. ഇതൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. സിലബസ് കുറച്ച് നമുക്ക് കാണുമ്പോൾ വാസ്റ്റ് ആയിരിക്കും, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ബിക്കോസ് ഇതിലുള്ള കൂടുതൽ ഫസ്റ്റ് മോഡ്യൂളിലുള്ള മാക്സിമം എല്ലാ ടോപ്പിക്സും നമ്മൾ LBS എൻട്രൻസ് എക്സാമിന് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. സോ നമ്മളുടെ സബ്ജക്റ്റിൻ്റെ പേര് അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ വാട്ട് ഈസ് എ ഡേറ്റാബേസ് ആൻഡ് വാട്ട് ഈസ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതിൻ്റെ ഡിഫറൻസ് പഠിച്ചു വെച്ചിരിക്കണം. ഡേറ്റാബേസ് എന്ന് പറയുന്നത് നോർമലി ഡേറ്റാബേസ് ഇസ് എ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഒരുമിച്ച് വെക്കുന്നതാണ് ഡേറ്റാബേസ്. ഈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദി ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡേറ്റാസ് ആൻഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഡേറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. Database management system is a collection of interrelated data and set of programs to store and access those data in an easy and effective manner. ഓക്കെ, ഇനിയുള്ളതാണ് പർപ്പസ് ഓഫ് DBMS. ഇത് UGയിലുള്ള PDF ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ടോപ്പിക് സെയിം ആണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ MCയുടെ ഒരു PDF കൂടി ഉണ്ട്, അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അത് ടെലഗ്രാം ചാനലിൽ അയക്കാം. അത് ഓൾസോ ഈ PDF കൂടി അയക്കാം. നിങ്ങൾക്ക് രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ പഠിക്കാം. Okay, next topic is purpose of database systems. അപ്പോൾ ഈ purpose of database systems പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് പഠിക്കണം. ഈ ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പണ്ട് യൂസ് ചെയ്തത് ഫയൽ സിസ്റ്റം ആയിരുന്നു. ഫയൽ സിസ്റ്റത്തിൽ കുറേ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഡേറ്റാബേസ് സിസ്റ്റംസ്. അപ്പോൾ ഫയൽ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഓൾസോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റാബേസ് സിസ്റ്റംസ് ഓവർ ഫയൽ സിസ്റ്റം. ഇതും കൂടി നോക്കിയാൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവും. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഈ ഫയൽ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഡ്രോബാക്കാണ് ഡേറ്റ റിഡൻഡൻസി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കേസ് എടുക്കാം. ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ 2 കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നെ 2 പ്ലേസിൽ സ്റ്റോറായി വയ്ക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നെ 2 പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനും പാടായിരിക്കും, ആക്സസ് ടൈം പാടായിരിക്കും, പിന്നെ സ്റ്റോറേജ് സ്പേസും കൂടും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ കുറേ സ്റ്റുഡൻറ്റ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോറേജ് വേസ്റ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് ഉള്ള ഡ്രോബാക്കാണ് ഡേറ്റ റിഡൻഡൻസി. പിന്നെ സെക്കൻഡ് ഉള്ള ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇൻകൺസിസ്റ്റൻസി. ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ആണ് സെക്കൻഡ് ഉള്ള ഡ്രോബാക്ക്. ഡേറ്റ റിഡൻഡൻസി ലീഡ്സ് ടു ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു സ്റ്റുഡൻറ്റ് 2 കോഴ്സിൽ ജോയിൻ ചെയ്തു സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് 2 പ്ലേസിലാണ് സ്റ്റോർ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ആ സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകാമെന്ന് വെക്കാം. മേ ബി അവർ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ 2 കോപ്പീസിൽ ഒരു കോപ്പിയിൽ മാത്രം അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കാണും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഡേറ്റ ഇൻകൺസിസ്റ്റൻസിയാണ് വരുന്നത്. ബിക്കോസ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ തന്നെ 2 അഡ്രസ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ അതൊരു റോങ് ഇൻഫർമേഷനാണ്, അവിടെ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി വരാം.
അപ്പോൾ ഡേറ്റ റിഡൻഡൻസി വഴിയാണ് നമുക്ക് ഡേറ്റ ഇൻകൺസിസ്റ്റൻസി വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ഡ്രോബാക്ക്. പിന്നെ തേർഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡേറ്റ ഐസൊലേഷൻ. ഇതിൽ ഫയൽസ് എല്ലാം വേരിയസ് ഫയൽസായിട്ട് സ്കാറ്ററായിട്ടാണ് കിടക്കുന്നത്. ഡേറ്റ എല്ലാം ഡിഫറെൻറ്റ് ഫയൽസിൽ സ്കാറ്ററായിട്ടാണ് കിടക്കുന്നത്. ഫയലിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം എഴുതണമെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും. ബിക്കോസ് കുറേ പ്ലേസസിലാണ് ഡേറ്റാസ് കുറേ ഫയൽസിലായിട്ടാണ് സ്കാറ്ററായി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം എഴുതുന്നത് കുറച്ച് പാടായിരിക്കും. പിന്നെ ഉള്ളതാണ് ഡിപ്പെൻഡൻസി ഓൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, പിന്നെ ഓട്ടോമസിറ്റി ഇഷ്യൂസ്, ദെൻ ഡേറ്റ സെക്യൂരിറ്റി. ഫയൽ സിസ്റ്റം ആണെങ്കിൽ അതിൽ കൂടുതൽ സെക്യൂരിറ്റി ഒന്നും കാണത്തില്ല. ഇതൊക്കെ ഫയൽ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിരുന്നു. ഇതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ ഫയൽ സിസ്റ്റം. ദേ ആർ നോ റിഡൻഡൻറ്റ് ഡേറ്റ കൺസിസ്റ്റൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഡേറ്റ സെക്യൂരിറ്റി, പ്രൈവസി, ഈസി ആക്സസ്, ഈസി റിക്കവറി ആൻഡ് ഫ്ലെക്സിബിൾ. ഇതിലാണെങ്കിൽ നമ്മൾ ഡേറ്റ റിഡൻഡൻസി അത് വരത്തില്ല ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ. ബിക്കോസ് നമ്മൾ ഇതിൽ നോർമലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് LBS എക്സാമിന് പഠിച്ചവർക്ക് അറിയാം വാട്ട് ഇസ് നോർമലൈസേഷൻ എന്ന്. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ വരുന്നുണ്ട് നോർമലൈസേഷൻ എല്ലാം. അപ്പോൾ നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസ് ഇതിൽ സ്റ്റോർ ആക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ നോ റിഡൻഡൻറ്റ് ഡേറ്റ ഈസ് ദെയർ ഇൻ DBMS. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഡേറ്റ കൺസിസ്റ്റൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഞാൻ പറഞ്ഞു ഡേറ്റ റിഡൻഡൻസി ആണ് ഡേറ്റ കൺസിസ്റ്റൻസിക്ക് ലീഡ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഇതിൽ ഡേറ്റ റിഡൻഡൻസി ഇല്ല, അപ്പോൾ ഓഫ് കോഴ്സ് ഡേറ്റ ഇൻകൺസിസ്റ്റൻസിയും വരത്തില്ല. ദെൻ ഡേറ്റ സെക്യൂർഡ് ആയിരിക്കും. പിന്നെ പ്രൈവസി കാണും. പിന്നെ നമുക്ക് ഡേറ്റാസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഡേറ്റാസ് റിക്കവർ ചെയ്യുന്നതും ഈസി ആയിരിക്കും. ബിക്കോസ് ഡേറ്റാബേസ് സിസ്റ്റത്തിൽ എപ്പോഴും ബാക്കപ്പ് കാണും. സോ നമുക്ക് റിക്കവർ ചെയ്തെടുക്കുന്നത് ഈസി ആയിരിക്കും. പിന്നെ ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ ഫയൽ സിസ്റ്റം. ഇനി ഇതിൽ ഒരു ചെറിയ ടോപ്പിക്കും കൂടി ആഡ് ചെയ്യുവാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡേറ്റാബേസ് സിസ്റ്റം. ഈ ഡേറ്റാബേസ് സിസ്റ്റം നമ്മൾ വേരിയസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഇതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ബാങ്കിങ്, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം, സോഷ്യൽ മീഡിയ സൈറ്റ്സ്, ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ്, ഹെൽത്ത് കെയർ സിസ്റ്റം, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, ക്രെഡിറ്റ് കാർഡ് എക്സ്ചേഞ്ച്, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ടെലികമ്മ്യൂണിക്കേഷൻ, മാനുഫാക്ചറിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ബ്രോഡ്കാസ്റ്റിംഗ്, സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ സെക്ടർ എക്സെട്ര. ഇങ്ങനെ നമ്മൾ കുറേ ഫീൽഡ്സിൽ ഈ ഡേറ്റാബേസ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റാബേസ് സിസ്റ്റം ഇസ് നത്തിങ് ബട്ട് നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡേറ്റാബേസ് സിസ്റ്റംസ്. അതിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. നമ്മളുടെ ഡേറ്റാസ്, നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡേറ്റാബേസ്. ഇനി ഡേറ്റാബേസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. അതൊക്കെ കമ്മിങ് ലെക്ചേഴ്സിൽ കാണാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇതിൽ എന്തെങ്കിലും എറേഴ്സ് ഓർ എക്സ്ട്രാ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. താങ്ക് യു.